Hello everyone, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് how to build a strong relationship with your manager അല്ലെങ്കിൽ boss. അപ്പോൾ if you are interested, watch the video till the very end. Also, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ subscribe to this channel. അപ്പോൾ let's get started. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം why is it important to build a strong relationship with your manager? എന്തുകൊണ്ടാണ് നമുക്കൊരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഫസ്റ്റ്ലി ഇപ്പോൾ നമുക്ക് നല്ലൊരു ഹെൽത്തി ആൻഡ് പീസ്ഫുൾ വർക്ക് ലൈഫ് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് മാനേജറായിട്ട് അല്ലെങ്കിൽ ബോസ് ആയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. അതർവൈസ് നമുക്ക് വർക്ക് ചെയ്യാൻ തോന്നില്ല, വി ഫീൽ വി ആർ നോട്ട് പ്രൊഡക്റ്റീവ്, നമുക്ക് വർക്കിലേക്ക് ഒരു ഇൻട്രസ്റ്റേ ഉണ്ടാവില്ല. ജോലി എന്ന് കേൾക്കുമ്പോൾ തന്നെ രാവിലെ എണീറ്റ് പോകണമല്ലോ അല്ലേ, അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഒക്കെ വരും. സെക്കൻഡ്ലി നമുക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ്, നമുക്ക് നമ്മുടെ മാനേജറായിട്ട് നല്ലൊരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുതരും. ഓഫീസിലൊക്കെ ആയിരുന്നു അപ്പം whenever I get a chance to be with my managers and talk to them, I always utilize them, even if it's just about going for a coffee, because that's a time when they talk a lot about interesting things, work related അല്ലെങ്കിൽ അല്ലാത്തതും ഒക്കെ. So you get to know a lot of things. So I like spending time with managers. So അപ്പം നമ്മളും നമ്മുടെ കുറേ കാര്യങ്ങൾ അവരുടെ അടുത്ത് ഷെയർ ചെയ്യും. ഫോർ എക്സാമ്പിൾ യു സേ ദാറ്റ് യു ലൈക്ക് പബ്ലിക് സ്പീക്കിംഗ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ടുമോറോ അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് അവരറിയുമ്പോൾ they will bring it to us because they know that okay ആരും ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് പറഞ്ഞായിരുന്നു. എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് അങ്ങനെ എൻ്റെ മാനേജേഴ്സ് ഞാൻ സംസാരിക്കുന്നതിൽ നിന്നും അവർക്കൊരു ഇൻട്രസ്റ്റ് മനസ്സിലാക്കി എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെ കൊണ്ടു തന്നിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ ഒരു നല്ലൊരു ബെറ്റർ പേഴ്സൺ ആക്കി നമ്മുടെ കരിയർ ബൂസ്റ്റ് ചെയ്യാൻ ഡെഫിനറ്റ്ലി അത് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ നിങ്ങളുടെ മാനേജറായിട്ട് നിങ്ങൾക്കൊരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മാനേജറിനെ തന്നെ നിങ്ങൾക്കൊരു മെൻറ്ററായിട്ട് സെലക്ട് ചെയ്യാം. ആൻഡ് ഫോർ എവറിഥിങ് യു ക്യാൻ ഗോ ടു ദാറ്റ് പേഴ്സൺ ആൻഡ് ആസ്ക് ഫോർ ഹെൽപ്പ്. ഡോണ്ട് ബി വെരി ഇൻട്രപ്റ്റീവ്, പക്ഷേ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ബിക്കോസ് അവർക്ക് ഒരുപാട് കരിയർ നോളജ് ഉണ്ട്, നമ്മളെക്കാളും ഒരുപാട് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. സോ ഡെഫിനറ്റ്ലി അവർ ഫസ്റ്റായിട്ട് നിങ്ങളായിരിക്കും ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. സോ എപ്പോൾ ഒരു ചാൻസ് കിട്ടിയാലും ഗോ സിറ്റ് വിത്ത് ദം, ടോക്ക് ടു ദം, because it's very important for you to build a strong relationship with your manager or your boss. So അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും why is it important to build a strong relationship അല്ലേ. ഫസ്റ്റ് പാർട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി സെക്കൻഡ് പാർട്ട് ഓഫ് ദ വീഡിയോ, how to build a strong relationship with your manager. Number 1, take initiatives. This is such a very important point. Like നമ്മുടെ ജോലി മാത്രമല്ല, നമ്മൾ രാവിലെ വന്നു നമ്മുടെ ജോലി ചെയ്തു നമ്മൾ പോയി, അങ്ങനെ മാത്രമല്ല നമ്മൾ കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ട് നമ്മുടെ പ്രോജക്റ്റിൽ ഓവറോൾ എന്ത് നടക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ടീമിൽ ഓവറോൾ എന്ത് നടക്കുന്നു, നമ്മുടെ ടീമിൽ ബാക്കി ആൾക്കാരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു. സോ നമ്മളൊരു ഹയർ ലെവലിൽ ഇൻ ഡെപ്തിൽ നമ്മൾ ടീമായിട്ടും നമ്മുടെ മാനേജറായിട്ടും ഇൻവോൾവ് ചെയ്യണം. നമ്മുടെ പ്രോജക്റ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ടീമിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ ടേക്ക് ഇനിഷ്യേറ്റീവ്സ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഷെയർ ഐഡിയാസ്. ഇപ്പോൾ സ്പെഷ്യലി ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആണ്, അപ്പോൾ നിങ്ങൾക്ക് പല ലെവലിലുള്ള ഐഡിയാസ് ഷെയർ ചെയ്യാൻ പറ്റും ടു ഇൻക്രീസ് ടീം എൻഗേജ്മെൻറ്റ് ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ ടീം ഇൻട്രാക്ഷൻസ് എൻഗേജ്മെൻറ്റ്സും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ടീം ബിൽഡിംഗ് ആക്ടിവിറ്റീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പം യു ക്യാൻ ബ്രിങ് ഇൻ ഐഡിയാസ്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ നമുക്ക് തോന്നുകയാണ് നമ്മുടെ ടീമിൻ്റെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് സ്ട്രക്ചർ ചെയ്യാം ടീം, അല്ലെങ്കിൽ ടീം മീറ്റിംഗ്സ് കുറച്ചും കൂടി ഇഫക്റ്റീവ് ആക്കാം. മേ ബി നമുക്ക് ഇന്ന കാര്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്താൽ, നമ്മുടെ എല്ലാ ദിവസത്തെയും മീറ്റിംഗിൽ നമുക്ക് ഇന്ന കാര്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്താൽ നമ്മുടെ ടീം കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടെ കൺഫ്യൂഷൻസ് ഒരുപാട് ടീമിലുള്ളത് മാറിക്കിട്ടും. സോ നമ്മൾ നോക്കുക നമ്മുടെ ടീമിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എല്ലാം സ്മൂത്തായിട്ടാണോ പോകുന്നത്, എന്നിട്ട് അതിനനുസരിച്ച് ഐഡിയാസ് ഷെയർ ചെയ്യുക, ഇനിഷ്യേറ്റീവ്സ് എടുക്കുക. അപ്പോൾ അങ്ങനത്തെ കുറേ ഐഡിയാസ് ഒക്കെ ഷെയർ ചെയ്യുമ്പോഴത്തേക്കും ദിസ് ഇസ് വൺ വേ ഓഫ് ഹൗ യു ക്യാൻ ഗെറ്റ് വെരി ക്ലോസ് ടു യുവർ മാനേജർ ആൻഡ് ഡിസ്കസ് തിങ്സ്. സോ ഇങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറയുമ്പോൾ ചിലപ്പം മാനേജർ ആക്സെപ്റ്റ് ചെയ്യത്തില്ല, ബട്ട് ഇറ്റ്സ് ഓക്കെ. നമ്മുടെ തോട്ട് നമ്മൾ ഷെയർ ചെയ്തു. തിങ്ക് അബൌട്ട് വാട്ട് യു ക്യാൻ ബ്രിങ് ഇൻ ദ ടീം സോ ദാറ്റ് ദിസ് ക്യാൻ ബെനിഫിറ്റ് ദി എൻറ്റയർ ടീം. സോ ഇങ്ങനത്തെ ഇനിഷ്യേറ്റീവ്സ് ഒക്കെ എടുക്കുമ്പം അത് ഭയങ്കര വലിയൊരു സ്ട്രോങ് മൂവാണ് നമ്മുടെ സൈഡിൽ നിന്ന് ടു അപ്രോച്ച് ദി മാനേജർ.
അല്ലെങ്കിൽ think of something that can benefit the company, that can benefit the employees, that can give value to the company. അപ്പോൾ think of all of these. നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട, പക്ഷേ if you see that there is something wrong or that can be improved, then definitely go ahead and suggest to your manager, because your manager can definitely take it to your management. അപ്പോൾ it's a very strong voice. So definitely ഈ ഒരു പോയിന്റ് ട്രൈ ചെയ്ത് നോക്കുക. And let's go to point number 2, which is structure appropriate discussion time. സോ 1-to-1 മീറ്റിംഗ്സ് സ്കെഡ്യൂൾ ചെയ്യുക, എന്നിട്ട് അത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുക ത്രൂ ക്വാളിറ്റി കോൺവെർസേഷൻസ്. സോ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇൻട്രപ്റ്റ് ചെയ്യരുത് മാനേജറിനെ, ബിക്കോസ് അവരൊന്നില്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രോജക്ട്സ് ആയിട്ട് റിലേറ്റഡ് ആയിരിക്കും, അവർ ഒരുപാട് കാര്യങ്ങളിൽ ബിസി ആയിരിക്കും. സോ എപ്പോഴും മീറ്റിംഗ്സ് വെച്ച് അവരെ ബുദ്ധിമുട്ടിക്കരുത്. പക്ഷേ ഒരു എവറി 3 months അല്ലെങ്കിൽ എവറി 6 months കീപ് മീറ്റിംഗ്സ്. ഞാൻ ഈ പറയുന്ന മീറ്റിംഗ്സ് ഒന്നും പ്രൈസിൽ അല്ലെങ്കിൽ പെർഫോമൻസ് റിവ്യൂ റിലേറ്റഡ് അല്ല. നമ്മൾ നമ്മുടെ മാനേജറായിട്ട് സംസാരിക്കുന്നു. പ്രത്യേകിച്ച് നമുക്ക് ഇപ്പോൾ ധൈര്യമായിട്ട് വി ക്യാൻ ഗോ ഹെഡ് ആൻഡ് സ്കെഡ്യൂൾ മീറ്റിംഗ്സ്, ബിക്കോസ് നമ്മൾ കാണുന്നില്ല നമ്മുടെ മാനേജേഴ്സിനെ. മോസ്റ്റ് ഓഫ് ദി മെജോറിറ്റി ഓഫ് ദ ഓഫീസസ് ഇപ്പം വർക്കിംഗ് ഫ്രം ഹോം ആണ്. സോ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഹെഡ്, ബിക്കോസ് യു വിൽ ഹാവ് റീസൺസ് അല്ലെ, എന്തെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ടാവും. സോ ഡെഫിനറ്റ്ലി ഗോ ഹെഡ് ആൻഡ് ഹാവ് 1-on-1 മീറ്റിംഗ്സ് വെർ യു ആർ ഡിസ്കസിങ് അബൌട്ട് സംതിങ് ദാറ്റ് ഈസ് വെരി ഇഫക്റ്റീവ്, അല്ലെങ്കിൽ something called a very quality conversation. You are very serious about your career and you're talking something that is very serious, that is very seriously going to benefit either your team or you yourself for your growth. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ചെക്ക് ടൈം വിത്ത് യുവർ മാനേജർ. സോ ആസ്ക് ദം ലൈക്ക്, വെൻ ഡു യു ഹാവ് സം ക്വാളിറ്റി ടൈം, വെൻ ഡു യു ഹാവ് സം ടൈം അവൈലബിൾ, സോ ദാറ്റ് ഐ ജസ്റ്റ് വാണ്ട് ടു ഹാവ് എ 1-hour ഡിസ്കഷൻ വിത്ത് യു, അല്ലെങ്കിൽ half an hour ഡിസ്കഷൻ വിത്ത് യു ഓൺ ദീസ് മെനി തിങ്സ്, ഓൺ ദീസ് തിങ്സ് വിച്ച് ഐ വോണ്ട് ടു ഡിസ്കസ് വിത്ത് യു. സോ ലെറ്റ് മീ നോ വെൻ യു ഹാവ് സം ടൈം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മെസ്സേജ് അയച്ച് ചോദിക്കുക ബിഫോർ യു സ്കെഡ്യൂൾ എ മീറ്റിംഗ്, സോ ദാറ്റ് നമുക്ക് നല്ലപോലെ മാനേജർ ഫ്രീ ആയിട്ടുള്ള ഒരു ടൈമിലാണ് നമുക്ക് സംസാരിക്കേണ്ടത്. വെൻ ഷീ ഈസ് ബിസി ഓർ വെൻ ദാറ്റ് പേഴ്സൺ ഇസ് between so many things, don't keep meetings, because നമുക്ക് effective ആയിട്ട് മീറ്റിംഗ് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി ആസ്ക് ഫോർ എ ടൈം ആൻഡ് സെറ്റ് മീറ്റിംഗ് ആൻഡ് ടോക്ക് ടു ദാറ്റ് പേഴ്സൺ. സോ ഈ മീറ്റിംഗ് സെറ്റ് ചെയ്യുമ്പോൾ മീറ്റിങ്ങിൻ്റെ മീറ്റിംഗിൽ ഒരു അജണ്ട സെറ്റ് ചെയ്യുക, എന്നിട്ട് ഇൻവൈറ്റ് സെൻഡ് ചെയ്യുമ്പോൾ അജണ്ടയും കൂടെ സെൻഡ് ചെയ്യുക. മീനിങ് ഇന്ന കാര്യങ്ങളാണ് എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. യു ക്യാൻ ടോക്ക് അബൌട്ട്, ഐ വോണ്ട് ടു ഡിസ്കസ് അബൌട്ട് my career steps, അല്ലെങ്കിൽ I want to discuss about the ways I want to improve, or I want to discuss about ഇപ്പോൾ എനിക്ക് ഒരു സർട്ടിഫിക്കേഷൻ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, ബിസിനസ് അനലിസ്റ്റിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ്. സോ ഹൗ ഡു യു തിങ്ക് ഇറ്റ്സ് ഇഫക്റ്റീവ്, ഐ വോണ്ട് ടു ഡിസ്കസ് അബൌട്ട് ദാറ്റ്. അപ്പോൾ ഈ പേഴ്സൺ, ഇപ്പം നമ്മൾ അയക്കുന്ന മാനേജറിന് അത് പുള്ളിക്കാരിക്ക് അതിനെപ്പറ്റി വലിയ ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ, ഷീ ക്യാൻ ജസ്റ്റ് ടേക്ക് അബൌട്ട് എ ഫ്യൂ മിനിറ്റ്സ് ടു റിസർച്ച് അബൌട്ട് ഇറ്റ് ആൻഡ് ഗിവ് യു ബെറ്റർ ആൻസേഴ്സ്. സോ അതുകൊണ്ട് ഇറ്റ് ഇസ് ഓൾവേസ് എ ഗുഡ് ഐഡിയ ടു ഷെയർ ദി അജണ്ട ഓൾസോ. ഷെയർ ദി അജണ്ട ഇല്ലെങ്കിലും ജസ്റ്റ് ഗ്ലിംസ് കൊടുക്കുക, എനിക്ക് ഇന്ന കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളതെന്ന് പറയുക, എന്നിട്ട് ഹാവ് എ ഡിസ്കഷൻ. മേക്ക് ഷുവർ ദാറ്റ് എന്തെങ്കിലുമൊക്കെ ആക്ഷൻ ഐറ്റംസ് നമുക്ക് എടുക്കാനുണ്ടാവണം അറ്റ് ദി എൻഡ് ഓഫ് ദ മീറ്റിംഗ്. ആൻഡ് ഓൾസോ ടേക്ക് നോട്ട്സ് വൈൽ യു ടോക്ക് ടു യുവർ മാനേജർ. സോപ്പ് ഇടാനോ അല്ലെങ്കിൽ ബട്ടറിങ്ങിനോ അതിനൊന്നും അല്ല, പക്ഷേ ദേ ആർ ദ പേഴ്സൺ ഹു ഡെഫിനറ്റ്ലി നോ എ ലോട്ട് മോർ ദാൻ യു. അതുകൊണ്ട് ദേ ക്യാൻ ഡെഫിനറ്റ്ലി ഗൈഡ് യു ഇൻ എ ബെറ്റർ വേ. സോ ജസ്റ്റ് take use of the situation, because there is somebody who has a lot of information about the whole things that you want to go through. So definitely go take help and later thank them, because they did a very helpful role. അതുപോലെ തന്നെ even if you are not enjoying your job, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലി നമുക്ക് ചാലഞ്ചിങ് അല്ല, അല്ലെങ്കിൽ we are looking for something more, we aspire for something more. അപ്പോൾ ഇങ്ങനത്തെ എന്ത് കാര്യം ഉണ്ടെങ്കിലും പോസിറ്റീവ് തിങ്സ് മാത്രമല്ല, ഇപ്പം ടീമിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലും വാട്ട് എവർ ബി ഇറ്റ് ഈസ്, open up to your manager and let the person know that okay, there's something going on. So whatever that is, be very open to your manager. So 1-to-1 set ചെയ്യുമ്പോൾ ഇഫക്റ്റീവ് ആയിട്ട് ആ ഫുൾ hours സെറ്റ് ചെയ്ത് ആ ടൈം ഫുൾ യൂട്ടിലൈസ് ചെയ്യുക. ബിക്കോസ് യു ഹാവ് സെറ്റ് ദ മീറ്റിംഗ്, ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു ഡ്രൈവ് ദ മീറ്റിംഗ് കംപ്ലീറ്റ്ലി. മേ ബി യു ക്യാൻ ജസ്റ്റ് റിപ്ലൈ ടു ആ ഇമെയിലിൽ തന്നെ, നിങ്ങളുടെ 1-to-1 തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് ഒരു MOM വേണമെങ്കിൽ അയച്ചു കൊടുക്കാം, മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് അയച്ചിടുക. സോ ദാറ്റ് യുവർ നെക്സ്റ്റ് നമ്മളൊരു 3 months അല്ലെങ്കിൽ 6 months കഴിഞ്ഞിട്ട് ഇനി ഒരു 1-to-1 സ്കെഡ്യൂൾ ചെയ്യുമ്പോൾ വി ഹാവ് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു, ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ അക്കോംപ്ലിഷ് ചെയ്തു, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അത് നെക്സ്റ്റ് മീറ്റിംഗിൽ ഹൈലൈറ്റ് ചെയ്ത് പറയാം. കഴിഞ്ഞ മീറ്റിംഗിൽ വി ഹാഡ് എ ഡിസ്കഷൻ ഓഫ് ദിസ് ആൻഡ് ഇറ്റ് റിയലി ഹെൽപ്പ് മീ ആൻഡ് ഐ ഗോട്ട് into these you can say all of that. So that is the way you ഈ ഓരോ 1-to-1 meetings it is great if you can connect
also, because that's a good thread in which you can also tell your manager indirectly that you're very serious about setting up these meetings, and whatever is getting discussed is something that is that you're taking up very seriously. Towards the end of the meeting, you can also go a bit more നിങ്ങൾക്ക് വേണേൽ കുറച്ചും കൂടെ ഇൻഫോർമൽ ആയിട്ട് you can talk a bit more about your person. if you are എന്തെങ്കിലും അസുഖം, എന്തെങ്കിലും ഡിസീസ് ഉണ്ട്, എന്തെങ്കിലും ട്രീറ്റ്മെന്റ്സ് എടുക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ the boss is undergoing some treatments, so ഇതൊക്കെ നമുക്ക് അറിയാമെങ്കിൽ also check about their health. Okay, these kind of things ഒരു very personal connecting കൂടെ അത് ക്രിയേറ്റ് ചെയ്യും. So not just about work, but we are humans also, അല്ലേ? ആ ഒരു ഗ്രൗണ്ടിൽ നിന്നും കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. So with that, I'll come to my third point, which is use personal communications also. So ഒരു മാനേജറായിട്ട് എപ്പോഴും വർക്ക് റിലേറ്റഡ് മാത്രം സംസാരിക്കാതെ also have personal connections with them. For example, you can definitely use these social platforms like Facebook, Instagram, WhatsApp-ലൊക്കെ chat ചെയ്യുന്നതും അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്നതൊക്കെ which is a great way of connecting with them. ഇപ്പോൾ save the number, and a small way to get started off is like you see their stories ഒക്കെ കാണുമ്പോൾ reply to that. പക്ഷേ don't spam, as in like every story can just don't reply and bother them so much, but all these are ways of which you can get started, start personal conversations with your manager. You get to see what's happening in their life. So okay, they have gone through a trip last time, so okay, how was the stay? The place looks so amazing. Oh, you have a beautiful garden. So appreciate them also. That is a very good way of connecting with them, because they also definitely look for appreciations. We all are human beings and we all like it. So if there is anything on that ground, but also don't get so personal to ask about all of their very very personal things. അപ്പം നമുക്കറിയാലോ നമ്മുടെ റിലേഷൻഷിപ്പ് വെച്ചിട്ട് നമുക്ക് ഏത് ഗ്രൗണ്ടിൽ അവരുടെ അടുത്ത് പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കാമെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു ലെവലിൽ മീറ്റ് ചെയ്യാം. പക്ഷേ ഒരുപാട് പേർക്ക് ഉള്ളതാണ് ഞാൻ മാനേജർക്ക് പേഴ്സണലി ലൈക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാമോ, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെയൊക്കെ മെസ്സേജ് അയക്കാമോ, അത്രയും ഇൻഫോർമൽ ആവാമോ എന്നൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിലാണ് ഞാൻ പറയുന്നത് ഇറ്റ് ഈസ് വെരി ഗുഡ് ടു കണക്ട് വിത്ത് യുവർ മാനേജർ in these kind of social medias as well, because this help you build a very strong interpersonal relationship with two people. So definitely it's a very very great idea to connect. പക്ഷേ don't spam, definitely please don't take ആ ഒരു ഡിസ്റ്റൻസ് ഇടുക. പക്ഷേ these are also very good platforms where you can connect to your manager a bit closer. ഇനി point number 4 ആണ് maintain ഗുഡ് വർക്ക് എത്തിക്സ്. ബിക്കോസ് നമുക്ക് ഒരു നല്ല എത്തിക്സ് ഉണ്ടാവണം വർക്കിൽ. നമ്മൾ സിൻസിയർ ആയിരിക്കണം, നമ്മൾ ജെനുവിൻ ആയിരിക്കണം, ഒരുപാട് കള്ളത്തരങ്ങളൊന്നും കാണിക്കാതെ. കള്ളത്തരങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്തു, പക്ഷെ നമ്മളത് അത് കണ്ടുപിടിച്ചോ എൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളത് വേറൊരാളുടെ തലയിൽ കൊണ്ടിടുക. എന്നിട്ട് ദാറ്റ് വാസ് മൈ മിസ്റ്റേക്ക് ആൻഡ് യു ആർ ആക്ടിങ് ആസ് ഇഫ് ലൈക്ക് ഓക്കെ ഇറ്റ്സ് ഓക്കെ ടു ഡു മിസ്റ്റേക്സ്. അപ്പം അക്സെപ്റ്റ് ചെയ്യുക. എന്തെങ്കിലും ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ open up and talk about it. Yeah, it was my mistake, I missed it, അല്ലെങ്കിൽ ഞാനത് ശ്രദ്ധിക്കേണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിനെ നോട്ടീസ് ചെയ്തില്ല. അങ്ങനെ ടേക്ക് അപ്പ് തിങ്സ് ദാറ്റ് യു തിങ്ക് ദാറ്റ് ഈസ് നമ്മൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ആ മിസ്റ്റേക്ക് ഉണ്ടാവില്ലായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂ ഉണ്ടാവില്ലായിരുന്നു അവിടെ എന്ന് നമുക്കുണ്ടെങ്കിൽ അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നമ്മളത് ടേക്കപ്പ് ചെയ്യുക. മാനേജർ ആണെങ്കിൽ അല്ലെങ്കിൽ ബോസ് ആണെങ്കിൽ അവർക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും. ശരിയാണ്, അത് അവരുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് ആയിരുന്നു അതെന്ന് അവർക്ക് മനസ്സിലാവും. പക്ഷെ നമ്മുടെ സൈഡിൽ നമ്മൾ ആർഗ്യൂ ചെയ്യാണ്, നോ ദാറ്റ്സ് നോട്ട് മൈ തിങ്. If you have a very strong point to convince the other person, that's great. പക്ഷെ otherwise, if there is something that you think that was your fault, then genuinely take it up. So ആ genuinity ആണ് അവിടെ important. So people will not just manager, പക്ഷെ ഒരു ടീമിലുള്ള എല്ലാവരും they'll be very strongly supporting you. They won't see you as ഒരു ഭയങ്കര ഡിഫറൻസ് വരും അവിടെ നമ്മൾ എടുക്കുന്ന രണ്ട് സ്റ്റാൻഡിലും. ആരും ഒരു ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളിതൊക്കെ എടുത്തിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകല്ല. നമ്മളെല്ലാവരും ഒരു ടീമായിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്യുന്നു. We are contributing to the company. So we definitely have to behave in that kind of a way and deal with issues in that kind of a way. So don't try to protect you. If you have done something wrong, then raise your hands. That's a very good way of doing it. So ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. പക്ഷേ ഇതുപോലെ ഒരുപാട് സിറ്റുവേഷൻസ് വരും നമ്മളൊരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ഒരു നല്ല വർക്ക് എത്തിക്സ് നമ്മളെ മാനേജ് ചെയ്യണം. നമ്മളൊരു ജെനുവിൻ പേഴ്സൺ ആയിരിക്കണം. In terms of the work that we do, especially on the grounds of humanity, definitely ask help, also offer help people. If I see that my QA is and a QA team
ചിലപ്പോൾ കുറേ സ്കെഡ്യൂൾ കുറേ കാര്യങ്ങൾ അവർ ഒന്നിച്ച് വരും. സോ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുണ്ടായിട്ടല്ല, പക്ഷേ ഐ ഡ്രോപ്പ് ദം എ മെസ്സേജ് ലൈക്ക് ഇഫ് യു നീഡ് മീ ഫോർ എനിത്തിങ് ഐ എം ഓൾവേസ് ദെയർ. സോ അത് അവർക്കൊരു സപ്പോർട്ടാണ്. സോ അതുപോലെ ടീമിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മളൊരു ടീമായിട്ടായിരിക്കുമല്ലോ എല്ലാവരും ഓഫീസിലും, ഏതൊരു ഓഫീസിലാണെങ്കിലും വർക്ക് ചെയ്യുന്നത്. സോ ബി വിത്ത് ഈച്ച് അതർ, ബി ഫോർ ഈച്ച് അതർ, ഹെൽപ്പ് ഈച്ച് അതർ. സോ ഇങ്ങനത്തെ കുറേ ക്വാളിറ്റീസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, വിച്ച് ആർ മാനേജർ നോട്ടീസസ്. അപ്പോൾ മാനേജറിനെ നോട്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, പക്ഷെ നമ്മുടെ ടീമിനെ നന്നായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ദീസ് കൈൻഡ് ഓഫ് സ്റ്റെപ്സ് ആർ വെരി വെരി എസെൻഷ്യൽ ആൻഡ് ദേ വെരി ക്രൂഷ്യൽ ആൻഡ് ദേ റിയലി മേക്ക് എ ഡിഫറൻസ്. വെൻ യു ഡു ദാറ്റ്, others will also look at you and they'll also start doing that. So you are in a way creating a big change, or you are leading to a bigger change. Appo definitely this is a very good point of which you can connect better with your team or better with your manager അല്ലെങ്കിൽ boss. So അതായിരുന്നു point number 4, and we come to the last and final point. Fifth point that I want to talk about is ask for feedback. So I have already said about this in one of my previous video, especially ഒരു ബിഗിനറിൻ്റെ വീഡിയോ ആയിരുന്നു. അതിൽ ഞാൻ പറയുന്നുണ്ട്, ഒരു മാനേജറിൻ്റെ അടുത്ത് എപ്പോഴും മാനേജറിൻ്റെ അടുത്തേക്ക് ചോദിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാര്യമാണ് ഫീഡ്ബാക്ക്. അത് എന്നൊന്നും പോയിട്ട് ഫീഡ്ബാക്ക് ചോദിക്കാൻ നമുക്ക് പറ്റില്ല. സോ ഒരു ഡെഫിനറ്റ് ആയിട്ടൊരു ഇൻ്റർവെൽ ഉണ്ടാവും. സോ ഈ ഫീഡ്ബാക്ക് ചോദിക്കുന്നത് നമ്മുടെ പെർഫോമൻസ് അപ്രൈസലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈവൻ ഇവിടെ പറയുന്ന ഒരു പോയിന്റും നമ്മൾ പെർഫോമൻസ് അപ്രൈസലിന് വേണ്ടിയിട്ടല്ല. നമ്മൾ നന്നായിട്ടൊക്കെ ബിഹേവ് ചെയ്ത് വാട്സാപ്പിലൊക്കെ ഫുൾ ടൈം നമ്മൾ മെസ്സേജ് അയക്കുവാണ് മാനേജർക്ക്, പക്ഷെ നമ്മൾ നല്ല പണി എടുക്കുന്നില്ല. നമ്മൾ ചെയ്യുന്ന ജോലിയൊക്കെ നമ്മൾ അലമ്പാക്കി ചെയ്യുന്നത്, നമ്മൾ സീരിയസ് അല്ല. ഇഫ് യു ആർ നോട്ട് സീരിയസ് at work, then definitely നമ്മൾ ഇതൊന്നും ചെയ്യുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. സോ സോപ്പിടാനോ അല്ലെങ്കിൽ നല്ല പെർഫോമൻസ് അപ്രൈസൽ കിട്ടാൻ വേണ്ടിയിട്ടൊന്നും അല്ല നമ്മൾ ഈ പോയിന്റ്സ് ഒക്കെ പറയുന്നത്. പക്ഷേ നമുക്ക് നല്ലൊരു വർക്ക്, നമുക്ക് നല്ല പീസ്ഫുൾ ആയിട്ടൊരു വർക്ക് ലൈഫ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് വി ഓൾറെഡി സ്പോക്ക് അബൌട്ട് ഹൗ ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ഈസ് അല്ലേ. അപ്പോൾ definitely not delaying, and let's talk about the final point, which is ask for feedback. So നമ്മൾ നേരത്തെ പറഞ്ഞ 1-to-1 ഡിസ്കഷനിലും you can bring in this point, you can ask for feedback. So feedback ചോദിക്കുമ്പം എങ്ങനെയാണ് ചോദിക്കുക, നമ്മൾ യു ക്യാൻ ആസ്ക് അബൌട്ട് ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം എൻ്റെ കേസ് പറഞ്ഞാൽ ഞാൻ ഒരാളാണ് എൻ്റെ ടീമിൽ വർക്ക് ചെയ്യുന്നത്. സോ ഒരു ടീമിൽ ഒരു മൾട്ടിപ്പിൾ BAs ഉണ്ടാവും, അറ്റ്ലീസ്റ്റ് ഒരു BA ആണ് ഉണ്ടാവുക. സോ എന്നെ ഗൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്നോ ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നോ, സ്പെഷ്യലി നമ്മൾ കോളേജിലും സ്കൂളിലും ഒക്കെ നമ്മളെ പുറകെ ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു മാം ഉണ്ടാവും നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എക്സാംസ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നമുക്ക് മാർക്ക് പറയുമ്പോൾ നമുക്കറിയാം നമുക്ക് ആ സംഭവം നമുക്കറിയില്ല, നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പം നമുക്ക് നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു പ്രൊഫഷണൽ ഗ്രൗണ്ടിൽ നമുക്ക് അങ്ങനെ ഒരാൾ ഇല്ല നമുക്ക് ശരിക്കും. ബിക്കോസ് ആര് നമ്മുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും, ഇങ്ങനെ ആരും വന്ന് പറഞ്ഞു തരത്തില്ല. അപ്പം നമ്മൾ അങ്ങോട്ട് പോയി ചോദിക്കണം. അങ്ങോട്ട് പോയി ചോദിച്ചാൽ സൂപ്പർ പോയിന്റ്സ് ഒക്കെ കിട്ടും. നമ്മളെ നന്നായിട്ട് അവർ ഗൈഡ് ചെയ്ത് വിടും. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്യാത്തവരത് ചെയ്ത് നോക്കും, നിങ്ങൾക്ക് അതിൻ്റെ ഇഫക്റ്റ്, അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. നമുക്ക് ശരിക്കും വെൻ യു ആസ്ക് ഫീഡ്ബാക്ക് യു വിൽ നോ ദാറ്റ് ഓക്കെ അവർ നന്നായിട്ട് നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, അവർ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും നമ്മളെ നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. ടേക്ക് അപ്പ് പോയിന്റ്സ്, അവർ പറയുന്ന ഫീഡ്ബാക്സ് ഒക്കെ കറക്റ്റായിട്ട് നോട്ട് ചെയ്യുക. എന്നിട്ട് ഈവൻ ഡിസ്കസ് അബൌട്ട് സം ഓഫ് ദ പോയിന്റ്സ്, ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ് you will have some quality points that you can work on yourself. നമ്മുടെ മാനേജർ തന്നെയാണ് നമ്മുടെ മെന്റർ എന്ന് നിർബന്ധമില്ല. ഇപ്പം മാനേജർ അല്ലെങ്കിൽ നമ്മുടെ ഇമ്മീഡിയറ്റ് ലീഡ്, ഇപ്പോൾ ഒരു ഡെവലപ്മെന്റ് ടീം ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലീഡ് ഉണ്ടാവും ഒരു പ്രോജക്റ്റിൽ. സോ ഈ ടിപ്സ് യു ക്യാൻ വർക്ക് ഔട്ട് വിത്ത് any of the person who's superior to you, because if you think that you want to have a strong relationship with them, definitely try out these points. Asking for feedback is very very important point there, and take notes of it, and definitely go back and work on these points and let them know what are the improvements also. See, എന്നോട് ഇന്നൊക്കെ ചെയ്യാൻ പറഞ്ഞു, സോ ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു. ഒരു few days അല്ലെ few weeks കഴിയുമ്പോൾ give them a result, like okay ഇന്ന കാര്യങ്ങൾ ഞാൻ ട്രൈ ചെയ്തു. ഇനി അവർ പറഞ്ഞതിൽ നമുക്ക് implement ചെയ്യാനായിട്ട് എന്തെങ്കിലും challenges ഉണ്ടെങ്കിലും let them know, talk to them. Also this gives the manager an impression that you are very serious about your career and your personal growth, so which is a very 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 good thing. ഇപ്പം നമുക്ക് വർക്ക് ഒന്നും ഇല്ലാതിരിക്കുക, അപ്പം നമ്മുടെ മാനേജറിനായിരിക്കും നമ്മൾ ഫസ്റ്റ് അറിയാവുന്നത് ആയിരിക്കും ഇത്രേ പണിയുള്ളൂ ഒരു ദിവസം. അപ്പം അങ്ങോട്ട് പോയി ചോദിക്കുക, I really have some bandwidth for some more work, so I can take up few more things. എനിക്ക് കുറച്ച് bandwidth ഉണ്ട്, അപ്പം if you want me to work on something, let me know.
നോ. അങ്ങനെ ഇപ്പം നമുക്ക് വർക്കൊന്നുമില്ല, അപ്പം മിണ്ടാതെ ഒളിച്ചിരിക്കാതെ അവരുടെ അടുത്ത് പോയി പറയാം, മാനേജറുടെ അടുത്ത് അറിയുക, അല്ലെങ്കിൽ ബോസിൻ്റെ അടുത്ത് പറയുക, അല്ലെങ്കിൽ ലീഡോ ആരെന്നെ ആയാലും ലെറ്റ് ദം നോ ദാറ്റ് യു ഹാവ് സം ബാൻഡ് വിഡ്ത്ത്. അത് അവർക്ക് എന്തായാലും അറിയായിരിക്കും, പക്ഷേ ഒളിച്ചിരിക്കാതെ അവരുടെ അടുത്ത് പോയി പറയുക, എനിക്ക് കുറച്ച് ടൈം അവൈലബിൾ ഉണ്ട്, സോ ഇഫ് യു വാണ്ട് മീ ടു വർക്ക് ഓൺ എനിത്തിങ് ലെറ്റ് മീ നോ. അങ്ങനെയൊക്കെ പറഞ്ഞ് try to have meaningful and good conversations with manager whenever possible. പക്ഷേ don't spam them or don't interrupt them very often. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് നമ്മുടെ മാനേജറായിട്ട് ഡെഫിനറ്റ്ലി ബിൽഡ് ചെയ്യാൻ പറ്റും ത്രൂ ദീസ് പോയിന്റ്സ് വിച്ച് ഐ ഡെഫിനറ്റ്ലി ഷെയർഡ് ഹിയർ, ബിക്കോസ് ദീസ് ആർ ദ ജെനുവിൻ തിങ്സ് ഔട്ട് ഓഫ് ദി എക്സ്പീരിയൻസ് ദാറ്റ് ഐ എം ഷെയറിങ്. സോ ഐ ഹോപ്പ് ദാറ്റ് ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ. അപ്പോൾ ലെറ്റ് മീ നോ ഇൻ ദ കോമൻറ്റ്സ് ബിലോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോനെ പറ്റിയുള്ള എല്ലാ കമൻസും അല്ലെങ്കിൽ വാട്ട് യു തിങ്ക് അബൌട്ട് ദ വീഡിയോസ് പ്ലീസ് കമൻറ്റ് ബിലോ. ഇനി ഞാൻ വേറെ എന്തെങ്കിലും കരിയർ റിലേറ്റഡ് വീഡിയോ ചെയ്യണമെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. സോ ലെറ്റ് മീ നോ. അപ്പം നിങ്ങൾ പറയുമ്പോഴാണ് എനിക്ക് ഓരോ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത്. സോ ഇൻസ്റ്റഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. ആൻഡ് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ യു ക്യാൻ ക്ലിക്ക് ദ ലിങ്ക്, ഗോ ടു ഇൻസ്റ്റഗ്രാം ആൻഡ് ഫോളോ മീ ദെയർ. എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ കുറേ ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട്, ആര്യ കരിയർ റിലേറ്റഡ് വീഡിയോസ് കൂടുതൽ ചെയ്യുമോ, അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് വീഡിയോസ് ഒക്കെ കുറച്ചുകൂടെ നല്ലതാണ്, അല്ലെങ്കിൽ വീഡിയോസ് മലയാളത്തിൽ ചെയ്യുമോ. സോ എനിക്ക് ഇങ്ങനത്തെ ഫീഡ്ബാക്സ് കിട്ടുമ്പോഴാണ് മനസ്സിലാവുന്നവരുന്നു. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് തന്നെ തോട്ട് ഉണ്ടെങ്കിലും, ഗുഡ് ഓർ ബാഡ്, അല്ലെങ്കിൽ പോയിന്റ്സ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്, എനിത്തിങ് ദാറ്റ് യു തിങ്ക് ഇസ് റിയലി നീഡഡ് ടു ബി ഇംപ്രൂവ്ഡ് എന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് കമൻറ്റ് ദാറ്റ് ബിലോ സോ ദാറ്റ് ഐ നോ അബൌട്ട് ഇറ്റ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഐ ഹോപ്പ് ദാറ്റ് യു റിയലി ഹാഡ് സം ഗുഡ് തോട്ട്സ് അബൌട്ട് ഇറ്റ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ റൈറ്റ് ഇൻ ദ കോമൻറ്റ്സ് സോ ദാറ്റ് എല്ലാവർക്കും ആ പോയിന്റ്സ് കിട്ടും. സോ അത്രയൊക്കെ ഉള്ളൂ എനിക്ക് വീഡിയോയിൽ പറയാൻ. സോ താങ്ക് യു so much for watching and I'll see you in my next video. Bye.